ഫെബ്രുവരി 25 ജർമ്മനിയിൽ ഇലക്ഷൻ നടക്കുകയാണ്. അതായത് ആരായിരിക്കും അവരുടെ ചാൻസലർ. ഈ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അവിടെ പോൾ സർവേ വന്നു കഴിക്കും. അതിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് അത് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി, ഫാർ റൈറ്റ്, സ്ട്രോങ് ആയിട്ട് റൈറ്റ് വിങ് പാർട്ടി, അതിൻ്റെ നേതാവ് അത് സ്ത്രീയാണ്, ആലീസ് വീഡൽ. അവർ അധികാരത്തിൽ വരുവാണെങ്കിൽ അവരെ ആയിരിക്കും അതിൻ്റെ ചാൻസലറായിട്ടെന്ന് പറഞ്ഞ് അവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാക്കുക, ഈ പാർട്ടിയുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന അജണ്ട നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. ഇപ്പോൾ ജർമ്മനിയിൽ ഇഷ്ടംപോലെ മലയാളികളുണ്ട്, അവർ മനസ്സിലാക്കണം എന്താണ് അവർ പറയുന്ന അജണ്ട. ജർമ്മനിയിൽ ഒരു മുസ്ലിങ്ങളെയും താമസിക്കാൻ സമ്മതിക്കില്ല. ഇനി അഭയാർത്ഥിയായിട്ട് വന്ന് അവിടെ റെഫ്യൂജി ആയിട്ട് വന്നിട്ടുള്ള മുസ്ലിങ്ങളുണ്ടെങ്കിലും അവരെ മാക്സിമം അവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കും, മറ്റുള്ള എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കാൻ ശ്രമിക്കുക. ഒന്ന്. ഇനി അത് നടന്നില്ല എങ്കിൽ അടുത്ത പോയിന്റാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇവർക്ക് ഒരു ജർമ്മൻ സിറ്റിസന് കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പലതും, കാരണം ഫ്രീഡം ആണെങ്കിലും സ്പീച്ച് ആണെങ്കിലും അവർ റിലീജിയസ് സംഭവമാണെങ്കിലും അത് അവിടെ പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവന്ന് അതില്ലാതാക്കുക. അതായത് അവർക്ക് മുസ്ലിം പള്ളികൾ പാടില്ല, അവർക്ക് മതപഠനം പാടില്ല, ഒരു സാധാരണ ജർമ്മൻ പൗരന് കിട്ടുന്ന പല പരിഗണനകളും ഇവർക്കില്ല. ഇതാണ് രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് പറയുന്നത്. മൂന്നാമത്തേത് അസൈലം സംഭവമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് കംപ്ലീറ്റ് ഇല്ലാതാക്കും. അതായത് മുസ്ലിങ്ങളെ അസൈലം സീക്കേഴ്സായിട്ട് വരുന്ന കംപ്ലീറ്റ് ഡിസ്മാൻറ്റിൽ ചെയ്യും. സംഭവം ഇവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോയത്? ജർമ്മനിലെ അവിടുത്തെ ഒരു ബെർലിനടുത്തുള്ള അറ്റാക്ക് നമുക്കറിയാം ഏത് രീതിയിലാണ്. പിന്നെ അവരുടെ കൺവെൻഷനിൽ ഏകദേശം 100,000 പേരാണ് പങ്കെടുത്തത്. ഹ്യൂജ് കൺവെൻഷനാണ് നടത്തുന്നത്. അതായത് വളരെ പോസിറ്റീവായിട്ട് പോയി. അപ്പം ലാസ്റ്റ് ആയിട്ട് പോൾസർ 20% ഇവർക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ചാൻസലർ വല്ലാത്ത രീതിയിൽ തൂക്കും. അതേപോലെ സെൻട്രിസ്റ്റായ ജർമ്മൻ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ് അവർ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെയുള്ള പല ഇലക്ഷൻ പണ്ഡിറ്റ്സും പറയുന്നത് ഇവർക്കുള്ള ചാൻസ് 20%, അതായത് തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും, അതായത് രണ്ടാമത്തെ പാർട്ടിയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഇലക്ഷൻ വരുമ്പോൾ ഇവരുടെ കൂടുതൽ ചാൻസ് ഉണ്ട് ഇവർക്ക് ജയിച്ചു വരാൻ. എവിടുന്ന് ഇങ്ങോട്ട് പോയി സംഭവം കംപ്ലീറ്റ് പിക്ചർ മാറുമോ ജർമ്മനിയിൽ? അതിനൊക്കെ കാരണം ബേസിക്കലി ഈ പറയുന്ന മത തീവ്രത. അതുകൊണ്ട് ഒരു രാജ്യത്തിനൊരു പരിധികളുണ്ട്. ഉള്ള ചെറുപ്പക്കാരും പുതിയ ജനറേഷൻ മുഴുവൻ അവരുടെ കൂടെ പോയേക്കുവാണ്. ഈ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും ഭയമാണ്. അവരുടെ ലീഡേഴ്സ് തന്നെ പല ഗ്ലോബൽ മീഡിയയ്ക്ക് കൊടുത്ത് ഇൻ്റർവ്യൂവിൽ പറയുന്നു ഇവർ പെട്ടെന്ന് കയറി വന്നതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അവിടുത്തെ കോടതി, ജർമ്മൻ കോർട്ട്, ഈ പറയുന്ന AfD എന്ന് പറഞ്ഞ പാർട്ടിയെ എക്സ്ട്രീമിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത്. അതായത് അതിഭയങ്കരമായ ഫാർ റൈറ്റ്. ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ഈ പറയുന്ന മുസ്ലിങ്ങളെ മുഴുവനും പുറത്താക്കുക, അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പരിഗണനകൾ ഇല്ലാതാക്കുക. പിന്നെ വേറെ സംഭവമുണ്ട്, ഈ വന്നിരിക്കുന്ന റെഫ്യൂജി ആയിട്ട് അസൈലമായിട്ട് വന്നിരിക്കുന്നവർക്ക് പല ഗവൺമെൻറ് ഗ്രാൻറ്റുകളുണ്ട്, സ്കീംസ് ഉണ്ട്, അത് മുഴുവനും ടെർമിനേറ്റ് ചെയ്യുക. മനസ്സിലാകുക, കേരളത്തിലെ സുഡാപ്പി മക്കളും ഇത് കേൾക്കണം ഈ സംഭവം. കാരണം നിങ്ങളല്ലയോ ഈ പറയുന്ന മത തീവ്രവാദത്തെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ജർമ്മനി പലതും ഫേസ് ചെയ്തു. ക്രിസ്തുമസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും ചർച്ചിനകത്താണെങ്കിലും മാർക്കറ്റിനകത്താണെങ്കിലും ഇതിനൊരു സംഭവം ഉണ്ടാക്കിയേ മതിയാകും. ആ രീതിയിലോട്ട് ജർമ്മൻ ഭൂരിപക്ഷം മാറുകയാണ്. ഇനി ഇവരൊന്നും അധികാരത്തിൽ വന്നില്ല എങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട പാർട്ടിയായിരിക്കും. ഇതിനകത്ത് അവിടെ നടന്ന പല സ്റ്റേറ്റ് ഇലക്ഷൻ്റെ അകത്ത് ഇവരുടെ പാർട്ടിക്ക് പലയിടത്തും നിർണായക സ്വാധീനമുണ്ടായി. പലയിടത്തും കൂടുതൽ വോട്ടുകൾ കിട്ടി, പല സെക്ടേഴ്സിലും പല റീജിയനിലും. പക്ഷെ ഇവരെവിടെ അധികാരത്തിൽ വന്നിട്ടില്ല. അത് ഇതോടുകൂടി, അതായത് ഈ പറയുന്ന ഫെബ്രുവരി 21 അധികാരത്തിൽ വന്ന സ്ഥിതിയൊന്നും നിങ്ങൾ ആലോചിക്കുക.
നിങ്ങൾ ആലോചിക്കണം ഈ സംഭവം. അവിടെയുള്ള ജർമ്മനി ഉള്ള പല മലയാളികളുണ്ട്. ഇത് എവിടുന്ന് എങ്ങോട്ട് ഇത് പോകുമെന്ന് മനസ്സിലാക്കണം. മുഴുവൻ എണ്ണത്തെ പുറത്താക്കും. അതായത് മനസ്സിലാക്കുക, ജർമ്മനി പോകാൻ പാടുപെടുന്ന പല മുസ്ലിം അവരുടെ ബന്ധുക്കൾക്ക് പോലും അവിടെ പ്രവേശനമില്ലാതാകും. മുസ്ലിം പേര് കണ്ട അപ്പോഴേ താട്ട്. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം. അതുമല്ല, അതിൻ്റെ അകത്ത് വേറെ ലോസ് വരുന്നു. നിങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയ, അതേപോലെ വാട്സപ്പ്, നിങ്ങൾ ഓരോന്ന് ഫോർവേഡ് ചെയ്യുന്ന സംഭവം. അപ്പം അവിടെ കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ മുഴുവൻ അവരെ സ്കാൻ ചെയ്തിട്ട് നിങ്ങളെ കയറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴേ ഇതിൻ്റെ കംപ്ലീറ്റ് ഡേറ്റ ഡീറ്റെയിൽസും നിങ്ങൾ ഈ നമ്പർ കൊടുക്കുന്ന ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാ പ്ലാറ്റ്ഫോമും കൊടുക്കുമ്പോൾ അവർ അത് സ്കാൻ ചെയ്യും. അതായത് വരാൻ പോകുന്ന സമയത്ത് ഈ ജർമ്മനിയിൽ ഉണ്ടാകുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ അരാജകത്വമാണ്. ആ രീതിയിലാണ് ഈ ഓരോ ദിവസം കഴിയുമ്പോഴും ലോകത്തിലുണ്ടാകുന്ന മാറ്റം. അല്ലെങ്കിൽ AFD എന്ന് പറഞ്ഞ പാർട്ടി അവർ ഇത്ര സ്ട്രിക്റ്റായിട്ട് ഇത് കൊണ്ടുവരാൻ കാരണം എന്ത്? അപ്പോൾ അതിൻ്റെ പല നേതാക്കളും പറയുന്നത് യൂറോപ്യൻ ജർമ്മനി ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. ക്രിസ്ത്യൻ യൂറോപ്യൻ കൾച്ചർ ഞങ്ങൾക്കിവിടെ മതി. ഇവിടെ ഇസ്ലാമിക് അറബിക് കൾച്ചർ ഞങ്ങൾക്ക് വേണ്ട. ഇതൊക്കെ അവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഓരോ സംഭവങ്ങളാണ്. അതാണ് വേണ്ടയിടത്ത് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്കവിടെ പള്ളി ഉണ്ടാകാൻ പറ്റില്ല, നിങ്ങൾക്കവിടെ പള്ളി ഉണ്ടാകാൻ പറ്റില്ല, നിങ്ങൾക്കവിടെ വർഷിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്കവിടെ ബാങ്ക് വിളിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്കവിടെ മദ്രസ പറ്റത്തില്ല. ഇതാണ് നിങ്ങളുടെ അധികാരം മുഴുവനും എടുത്ത് കളയുക. കാരണം സാധാരണ ഒരു മനുഷ്യന് കിട്ടേണ്ട എല്ലാ സാധനങ്ങളും എടുത്ത് കളയുക. അപ്പോൾ എൻ്റെ അവസാന ചോദ്യമുണ്ട്, ഇതിനാരാണ് ഉത്തരവാദി? ഇസ്ലാമാണ് ഉത്തരവാദി? ഇസ്ലാമിൽ ഇത്രയും വന്ന ഭീകരവാദം, മത തീവ്രവാദം, അതിലാരാണ് ഉത്തരവാദി? ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക. എന്നെ നിങ്ങൾ ക്രിസംഗി എന്ന് വിളിക്കുമ്പോൾ ലോകത്തുണ്ടാകുന്ന ചേഞ്ചസ് ആവുമെന്ന് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കത് ആലോചിച്ച് മനസ്സിലാക്കുക. അതായത് ലോകത്ത് പല രാജ്യങ്ങളും ഇനി നിങ്ങളെ കയറ്റാതാവൂ. അതിനൊക്കെ കാരണം നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ലോകത്ത് അറ്റാക്ക് അടക്കം ഇമോജി ഇട്ട് സപ്പോർട്ടും, ഹമാസിനെ സപ്പോർട്ട്, ഹിസ്ബുള്ളെ സപ്പോർട്ട്, ആൻറ്റിസെമിറ്റിസം അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ പ്രതികരിക്കും. അതിൻ്റെ പ്രതികരണമാണ് AFD എന്ന് പറഞ്ഞ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അപ്പം നിങ്ങളിത് അനുഭവിച്ചേ മതിയാവത്തുള്ളൂ. അതാണ് ഈ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത്.